ആശാപ്രവർത്തകരുമായി സർക്കാർ വീണ്ടും ചർച്ച നടത്തും. NHM സംസ്ഥാന മിഷൻ സമരം തുടരുന്ന ആശാപ്രവർത്തകരെ ചർച്ചയ്ക്ക് വിളിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12:30-ക്കാണ് ചർച്ച. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, ഇത്രയും ദിവസം നീണ്ട ആദ്യഘട്ട ചർച്ചകൾക്ക് ശേഷം ഏറെക്കുറെ മുഖം തിരിച്ചൊരവസ്ഥയിലായിരുന്നു. സമരം പൊളിഞ്ഞു പോകുമോ എന്നൊരു ആശങ്ക പോലും പങ്കുവയ്ക്കപ്പെട്ടിരുന്നു. പക്ഷേ കൂടുതൽ ശക്തിയോടുകൂടി, കൂടുതൽ ഉറച്ച ബോധ്യത്തോടുകൂടി ആശാപ്രവർത്തകർ അവരുടെ സമരം തുടരുകയുമായിരുന്നു. എന്നാണ് ചർച്ച? ആരാണ് ചർച്ചയ്ക്ക് വിളിച്ചത്? NHMന്റെ സ്റ്റേറ്റ് മിഷനാണ് ഇപ്പോൾ ആശാപ്രവർത്തകരുമായി ഒരു വട്ടം കൂടി ചർച്ച നടത്താനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. 12:30-ക്ക് ചർച്ച നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അല്പസമയങ്ങൾക്ക് മുൻപാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ആശാവർക്കർമാരെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. 12:30-ക്ക് NHMന്റെ ഓഫീസിലേക്ക് എത്താനാണ് ഈ ആശാവർക്കർമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഔദ്യോഗികമായും അനൗദ്യോഗികമായും ആശാവർക്കർമാരുമായി ഈ സമരം തുടങ്ങി ഇപ്പോൾ 38 ദിവസം പിന്നിടുകയാണ്. ആ 38 ദിവസത്തിനിടയ്ക്ക് പലവട്ടം ചർച്ച നടന്നു. പക്ഷേ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞ് മടക്കി ായിരുന്നു സ്ഥിരം ചെയ്തിരുന്നത്. പക്ഷേ ആശാവർക്കർമാരുടെ സമരം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ശക്തിപ്പെടുന്ന, ആ സമരത്തിന് കൂടുതൽ പിന്തുണ കിട്ടുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇനിയിപ്പോൾ ഇവരുടെ അനിശ്ചിതകാല സമരം കൂടി തുടങ്ങാൻ പോകുന്നു. 20-ാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നിലവിലെ രാപ്പകൽ സമരം എന്നുള്ളത് മാറ്റി ഉപരോധ സമരം എന്നുള്ള ഒരു സമരരീതി മാറ്റി ഈ പറയുന്ന സ്ത്രീകൾ, സാധാരണക്കാരായ സ്ത്രീകൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാരമിരിക്കുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഗുണം ചെയ്യില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ വീണ്ടും ഉണ്ടാകുന്നത്. അമൽ, അങ്ങനെ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. അവർ നിരാഹാര സമരത്തിലേക്ക് അടക്കം പോകുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നത്. അപ്പോ രണ്ട് ഭാഗത്തു നിന്നും എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിച്ചാൽ ചർച്ച അല്ലെങ്കിൽ ഇതിന് സമരത്തിന് പരിഹാരമാക്കാം അല്ലെങ്കിൽ അവസാനമാക്കാം. അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ആശാപ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ ആശാ വർക്കർമാരുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു റോഡ് മാപ്പ് ഈ ചർച്ചയ്ക്ക് മുൻപുണ്ടോ? ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന ആവശ്യത്തിന്മേൽ സംസ്ഥാന സർക്കാരിന് നിലവിലെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ അതിവേഗം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ്. 232 രൂപ പ്രതിദിന ഓണറേറിയം എന്നുള്ളത് 700 രൂപയാക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ പെൻഷൻ നൽകണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു. ഈ ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന സമയത്ത് 5 ലക്ഷം രൂപ നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. അങ്ങനെ 10ഓളം ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ആ ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കണമെങ്കിൽ സർക്കാരിന് ഉണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി ചില്ലറയായിരിക്കില്ല. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് എന്ന സ്ഥിരം കാര്യം ഇന്നും ഈ ചർച്ചയിൽ ഇവർ ഉന്നയിക്കുമോ, ഈ ആശാപ്രവർത്തകരെ അറിയിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതോടൊപ്പം തന്നെ